നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പോലീസിന്റെ വൻ സന്നാഹത്തോടുകൂടി ഈ കലയുടെ കൊലപാതകം അന്വേഷിക്കാനായി ആരംഭം നടത്തിയത്. അനിലിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്നു പരിശോധിച്ചപ്പോൾ കിട്ടിയ ദുർബലമായ തെളിവുകൾ മാത്രമാണ് ഇനി ഈ കേസിനെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ പോലീസ് യാതൊന്നും തന്നെ പുറത്തുവിടുന്നുമില്ല. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഒരു ഹെയർ ക്ലിപ്പ്, ഇലാസ്റ്റിക്, അതായത് വസ്ത്രങ്ങളുടെ ഇലാസ്റ്റിക്, ഒരു ലോക്കറ്റ്, കറുത്ത എന്തോ ചെറിയ വസ്തുക്കൾ എന്നിവയാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലം കിട്ടിയിട്ട് മാത്രമേ കലയുടെ കൊലപാതകവുമായി ഇതിന് ബന്ധമുണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിന് ഇനി ദിവസങ്ങൾ എടുക്കുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം 3 പ്രതികളെയും വെവ്വേറെ പോലീസ് സ്റ്റേഷനുകളിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. എന്നാൽ പ്രതികൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്തത് പോലീസിനെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇക്കാരണത്താൽ തന്നെ ശനിയാഴ്ചയും തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. പ്രതികളുടെ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാൻ കോടതിയിൽ അപേക്ഷ നൽകുമെന്നാണ് അറിയുന്നത്. 1-ാം പ്രതി അനിൽകുമാറിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്റർപോളിന്റെ സഹായം തേടിയതിന്റെ ആദ്യപടിയായി വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. അനിലിനെ നാട്ടിലെത്തിച്ചെങ്കിൽ മാത്രമേ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് ഇനി സുഗമമാവുകയുള്ളൂ. ഒട്ടേറെ പേരെ പോലീസ് ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തിട്ടുമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരായ ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്കും മാന്നാർ സിഐക്കും സ്ഥലം മാറ്റത്തിന് ഉത്തരവ് ഇറങ്ങിയിട്ടുമുണ്ട്. അതിനാൽ പുതുതായി വരുന്നവർ കാര്യമായി അന്വേഷിക്കട്ടെ എന്ന രീതിയിൽ മെല്ലെപ്പോക്ക് എടുക്കുകയാണ് ഇപ്പോൾ. എന്തായാലും കലയുടെ കൊലപാതകം ഒരു വലിയ തലവേദനയായി പോലീസ് ഉദ്യോഗസ്ഥർ മാറുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.